ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയാനുള്ളത്, ഞങ്ങൾ ഗവൺമെൻറ്റിന് മുമ്പിൽ വെച്ചിട്ടുള്ളതും വേറെയുള്ള സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. ഈ വന്നിട്ടുള്ള 400 കുട്ടികൾക്കും എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. ഈ ടിക്കറ്റ് എടുക്കാതെ വന്ന കുട്ടികളുടെ ഫൈന് ഞങ്ങൾ കൊണ്ടുപോയി അടച്ചിട്ടുണ്ട്. ഞങ്ങൾക്കറിയില്ല പുതിയ കുട്ടികൾ വരുന്ന വിവരം. ഞങ്ങൾ പുതിയ കുട്ടികളെ അവിടുന്ന് ഇൻ്റർവ്യൂ നടത്തി കൊണ്ടുവരാറില്ല. പക്ഷേ നോക്കുന്ന അവസരത്തിൽ അവർക്കും എല്ലാ ഡോക്യുമെൻസും ഉണ്ട്. ഞങ്ങൾ റിട്ടേൺ ബുക്ക് ചെയ്ത് ഇവിടുന്ന് അയച്ച കുട്ടികൾ, ആ കുട്ടികൾ, ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ 50 ആളുകളുടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറി പോകുമ്പോൾ അതിലൊരു 10 ആൾക്കാർ ടിക്കറ്റ് ഇല്ലാത്തവർ കയറിയാൽ ഈ 60 ആൾക്കാരെയും പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുക എന്നുള്ളത് എവിടുത്തെ നിയമമാണ്? ഈ കുട്ടികൾ ചെയ്ത തെറ്റെന്താണ്? അവരാദ്യം ചെയ്യേണ്ടിയിരുന്നത്, ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ചൈൽഡ് വെൽഫെയറിൻ്റെ ആൾക്കാർ ചെയ്യേണ്ടത്, ഏത് സ്ഥാപനമാണോ ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത് ആ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ മാറ്റണം. മെനയാന്ന് ഞാനൊരു ചർച്ചയിൽ പറഞ്ഞു, നിങ്ങൾ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഈ കുട്ടികളെ മാറ്റരുത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ മലപ്പുറത്തെ കുട്ടികളെ സംബന്ധിച്ച് അപ്പോൾ എന്നോട് ചോദിക്കരുത്, ഞാൻ ഞങ്ങളുടെ കുട്ടികളെ കാര്യമാണ് പറയുന്നത്. പിറ്റേ ദിവസം മലപ്പുറത്ത് ഈ ഗവൺമെൻറ് കൊണ്ടുപോയി താമസിപ്പിച്ച, ഈ ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുപോയി താമസിച്ച സ്ഥാപനത്തിൽ 35 കുട്ടികളുടെ സൗകര്യമുള്ളിടത്ത് ആ കുട്ടികൾ എറിഞ്ഞൊടച്ചു, തച്ചൊടച്ചു. ഞങ്ങളുടെ കുട്ടികളല്ല, പത്രം റിപ്പോർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾക്കിവിടെ സങ്കടത്തോടു കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ, വളരെ സങ്കടത്തോടു കൂടി പറയാനുള്ള, മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഞങ്ങൾ ഗ്രാൻഡ് തട്ടിപ്പ് നടത്തി, അതേ പ്രകാരം തന്നെ മനുഷ്യക്കടത്ത് നടത്തി. ഞങ്ങളുടെ മനുഷ്യക്കടത്തായിരുന്നു എന്നുണ്ടെങ്കിൽ മെനയാന്ന് 150 കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഓർഫനയിലാക്കി തന്നു. ഇന്ന് 80ഓളം കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നാളെ രേഖാചരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. രക്ഷിതാക്കൾ പോയ എല്ലാ കുട്ടികളെയും ഇപ്പോൾ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ മനുഷ്യക്കടത്താവും? ഇത്രയും ദിവസം ഞങ്ങൾ അനുഭവിച്ച മാനസിക വേദന, ഇതിനാരും ഉത്തരം പറയും? റൈറ്റ്. അഡ്വക്കേറ്റ് ഫരീദ അൻസാരി, അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പൊതുസമൂഹത്തിൻ്റെയും അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് മനുഷ്യക്കടത്തായി അവർ തീരുമാനിക്കുന്നു. ഏകദേശം 14 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇതുപോലെ തീവ്രവാദ കളരികളിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. എത്രമാത്രം ആശ്വാസകരമാണ് ഇത്തരം നീക്കങ്ങൾ? അല്ല, ഇത് മാധ്യമത്തിന്റെ ഒരു പ്രചരണം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ എനിക്കൊന്ന് ബോംബെയുടെ പൂനെയിലുള്ള തെരുവുകളിൽ നിന്നുള്ള കുറെ കുട്ടികളുമായിട്ട് ഇതേപോലെ മലപ്പുറത്ത് തന്നെയുള്ള ഒരു ഓർഫനേജിൽ നിന്ന് ഒരു വ്യക്തിയെ പിടിക്കുകയും പിന്നീട് ആ കുട്ടികളെ അവരുടെ പാരന്റ്സിന്റെ കൂടെ വിടാനും പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉള്ള കുട്ടികളെ നമ്മൾ അതത് ഓർഫനേജുകളിൽ തന്നെ പ്ലേസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ, കൊടുങ്ങല്ലൂര് ഒരു 18 പെൺകുട്ടികളെ ഇതുപോലെ കൊണ്ടുവന്ന് അത് ബാലവേലയ്ക്കാണെന്നും പറഞ്ഞ് കുട്ടികളെ തിരിച്ചുവിട്ടിട്ടുള്ള സംഭവമുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്ന മജിസ്റ്റീരിയൽ പവേഴ്സ് ഉള്ള ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമായ തീരുമാനം എടുക്കുമ്പോൾ അവിടെയുള്ള, അതായത് വെസ്റ്റ് ബംഗാളിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത് ഈ കുട്ടികളെ. അതിനുള്ള ഒരു കാലതാമസം മാത്രമാണ്. പ്രോപ്പർ ഡോക്യുമെന്റ്സുമായിട്ട് പാരന്റ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ അവരുടെ കൂടെ പാരന്റ്സിന്റെ കൂടെ വിടാവുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരിക്കലും കുട്ടികളുടെ ഹോം എന്ന് പറയുന്നത് ഒരു ജയിലല്ല. നിങ്ങൾ അങ്ങനെ ചിത്രീകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അവിടെ പോയി വരുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു ജയിലിന്റെ ഒരു അവസ്ഥയൊന്നും അല്ല അവിടെ ഉള്ളത്. വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അവരുടെ ഒരു എന്താ പറയാ വല്ലാത്തൊരു ഇമോഷണൽ ഡിസ്ട്രെസ് എന്നും വന്നിട്ടുള്ള സംഗതിയാണെന്നല്ലാതെ കുട്ടികൾക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിക്കാത്തത് കൊണ്ടോ മതിയായ ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ടോ ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ പ്രോബ്ലം ആയിരുന്നില്ല അവിടെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ BJP അടക്കമുള്ള പാർട്ടികൾ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ തുടങ്ങി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത തോന്നുന്നുണ്ടോ? ഇപ്പോൾ അവർ അത് കേന്ദ്രമന്ത്രിമാരുടെ അടക്കം ഈ വിഷയം ഉന്നയിക്കുകയും കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം വേണം എന്ന തരത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ മുഖത്തെ സംബന്ധിച്ചിടത്തോളം BJPക്കാരായാലും ശരി ബാക്കിയുള്ളവരായാലും ശരി ഞങ്ങൾക്ക് പരിപൂർണ പിന്തുണയും ഞങ്ങളുടെ പിന്നിൽ ഇന്നുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ് മുക്കം എന്ന് പറയുന്നത്. മുക്കം ഓർഫനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഞങ്ങൾ മറ്റ് സമുദായത്തിൽപ്പെട്ട അനാഥകളായ കുട്ടികൾക്ക് മാസത്തിൽ 1000 ഉറുപ്പികയും അവരുടെ യൂണിഫോമും അവരുടെ അമ്മക്കും അതേ പ്രകാരം തന്നെ കുട്ടികൾക്കും അവരുടെ ഓണത്തിനും വിഷുവിനും വസ്ത്രവും നൽകുന്നൊരു സ്ഥാപനമാണ്. അതേ പ്രകാരം തന്നെ എമിറേറ്റ് റെഡ് ക്രസൻറ്റിൽ നിന്ന് അംഗീകാരമുള്ളൊരു സ്ഥാപനമാണ്
ഇപ്പോൾ 1000-ഓളം വരുന്ന കുട്ടികൾക്ക്, നമ്മുടെ മൊത്തം കുട്ടികൾക്ക് ഞങ്ങൾ 135 ദിർഹം വീതം ഓരോ മാസവും എത്തിച്ചു കൊടുക്കുന്നു. അത് ഞങ്ങളുടെ എത്തിങ്ങാനയുള്ള ഒരു കുട്ടി പോലും അതിലില്ല. ഈ കേരളത്തിൽ മൊത്തമുള്ള കുട്ടികൾക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതേ പ്രകാരം തന്നെ ഗ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഗ്രാൻഡ് ഞങ്ങൾക്ക് സോഷ്യൽ വെൽഫെയർ കമ്മിറ്റിയാണ് ഗ്രാൻഡ് നൽകേണ്ടത്. ഈ സോഷ്യൽ വെൽഫെയറുകാർ വന്ന് കുട്ടികളുടെ തലയെണ്ണുന്നു, ഞങ്ങളുടെ റെക്കോർഡ് നോക്കുന്നു, ഈ സ്കൂളുകൾക്ക് വസ്തു പരിശോധിക്കുന്നു. എന്നിട്ട് നൽകിയ ഗ്രാൻഡ് ഇക്കൊല്ലം അവർ പറഞ്ഞു 3-4 കൊല്ലം വടക്കേ ഇന്ത്യയിലെ കുട്ടികൾ കൊടുത്തിട്ടുണ്ട്, മൊത്തം ഗ്രാൻഡ് കട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് 37 ലക്ഷത്തി ചില്ലാനം ഉറുപ്പിക ഗ്രാൻഡ് ലഭിക്കേണ്ട സ്ഥാനത്ത് അവർ 35 ലക്ഷവും തിരിച്ചു പിടിച്ചുകൊണ്ട് 2 ലക്ഷം ഉറുപ്പികയാണ് ഞങ്ങൾക്ക് ഗ്രാൻഡ് തന്നിട്ടുള്ളത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ താജ് ആലുവയുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ താജ് ആലുവ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും അതുപോലെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചു കാണും. മാധ്യമങ്ങളൊക്കെ ഇത് തീവ്രവാദത്തിന്റെ റിക്രൂട്ട്മെന്റ് എന്ന തരത്തിൽ പോലും വ്യാഖ്യാനങ്ങളുണ്ടായി. ഇത്തരത്തിൽ വിദ്യ അഭ്യസിക്കാൻ നാട്ടിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അതിന് അവസരം നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ന്യായമാണ്? തീർച്ചയായിട്ടും വളരെ അപകടകരമായ ഒരു വ്യാഖ്യാനമാണ് പല മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, വളരെ ചരിത്രപരവും സാമൂഹ്യപരവുമായ കാരണങ്ങളാൽ പിന്നോക്കം നിൽക്കുന്ന, അതുപോലെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് തള്ളപ്പെട്ട ഒരു ജനവിഭാഗത്തെ സമുദ്ധരിക്കാൻ പല സംഘടനകളും വളരെ നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ കൈക്കൊണ്ടിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് പല ഇത്തരം കുട്ടികൾ. ഒരു പ്രത്യേക കേസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് മൊത്തത്തിൽ ഇത്തരം ഒരു കേരളത്തിലെ പല അനാഥാലയങ്ങളിലും ഇവിടുത്തെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇത്തരം കുട്ടികൾ എത്തുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം ഈ ഒരു പിന്നോക്കാവസ്ഥയിൽ അവരെ കൊണ്ട് കഴിയുന്നത് അവരെ സഹായിക്കാനും അവരുടെ ദരിദ്രാവസ്ഥയിൽ നിന്നും സാമൂഹിക പിന്നോക്കാവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. ആ ലക്ഷ്യത്തെ തടയിടുന്ന രൂപത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ദുരുദ്ദേശത്തോടു കൂടിയും ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷേധാത്മകമായ ഫലങ്ങൾ ഉളവാക്കും എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഇപ്പൊ എനിക്ക് പരിചയമുള്ള 1-2 അനാഥാലയങ്ങളുണ്ട് തെക്കൻ കേരളത്തിൽ. ഞാൻ എറണാകുളം ആ ഭാഗത്തുള്ള അവിടെ വളരെ ഈ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളെ കുറിച്ച് എനിക്കറിയാം. അവിടെ വരുന്ന കുട്ടികളുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് നേരിട്ട് പരിചയമുണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളെ അവിടെ വളരെ നല്ല നിലയിൽ ഉത്തമമായ രീതിയിൽ അവരെ വളർത്തുകയും അവരെ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും ഗുണകരമായ രീതിയിൽ അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ ഈ അനാഥാലയങ്ങൾ നല്ല പങ്കുവഹിക്കുന്നുണ്ട്. ഇതിനൊക്കെ മറച്ചു വെച്ച് വെറും തീവ്രവാദം വളർത്തുന്നു, അതല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളാണ് ഈ അനാഥാലയങ്ങൾ എന്നൊക്കെ പറയുന്നത് കാടടച്ച് വെടിവെക്കുന്നതാണ്. അത് നമ്മുടെ സമൂഹത്തിൽ വളരെ അവസാനമായിട്ടൊക്കെ ഫരീദ അൻസാരി, ഇതര സംസ്ഥാനങ്ങളിലെ കുട്ടികളെ അനാഥാലയത്തിൽ പാർപ്പിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ തന്നെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയല്ലേ? ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ? മാനദണ്ഡങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഇവരുടെ കാര്യത്തിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൂടി വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ കൊട്ടിഘോഷിച്ചു എന്നുള്ളതാണ് വേറൊരു സത്യം. ഇതിനകത്തുള്ള ഒരു വിഷയം, നമുക്ക് ഒരുപാട് നാഷണൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഉണ്ട്, ICPCR പോലെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇത്രയൊക്കെ പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതത് സ്റ്റേറ്റ് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാനായിട്ടുള്ള സംഗതികളൊന്നും ചെയ്യാത്തത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അതിനെക്കുറിച്ച് ഇത്തരം പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് പത്രങ്ങളിലൊക്കെ കൊടുക്കുകയും അതിനെക്കുറിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഒരു അറിവ് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം സ്കീമുകളിലൂടെ ഇവർക്ക് മാത്രമല്ല, ഇപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എടുത്താൽ തന്നെ കുട്ടികൾക്ക് 14 വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംവിധാനം പോലും ഉണ്ടായിട്ട് പോലും ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. നിയമത്തിന്റെ തടസ്സം എന്താണ് അവിടെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഗതി. റൈറ്റ്, വ്യക്തമാണ്. സമയപരിമിതിയുണ്ട്, വളരെ ചുരുക്കം പറഞ്ഞുതരാം. ഇപ്പം മാഡം പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ മെനിയാന്ന് ഒരു ചർച്ചയിൽ പങ്കെടുത്ത അവസരത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് നമസ്കരിക്കണം, ബാക്കിയുള്ള കാര്യം ചെയ്യണം, അതിനൊന്നും സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മുട്ടിക്കുളങ്ങരയിൽ നിന്ന് ഞങ്ങളെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ പാലക്കാട് അനാശാല താമസിപ്പിച്ചിട്ടുണ്ട്. ആ അനാശാല ഭാരവാഹി എന്നെ വിളിച്ചു. എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആൺകുട്ടികളെല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട്, പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്,
ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീർ ഞങ്ങളെ വിളിച്ചിട്ട് മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ കുട്ടികളെ നിങ്ങളെ കുട്ടികളെക്കാൾ നന്നായി നോക്കണം എന്ന് പറഞ്ഞു. അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സമൂഹത്തിൻ്റെ ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സകല ആളുകൾക്കും പണമായിട്ടും മറ്റുള്ള സൗകര്യങ്ങളും ഞാൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവർ പറയുന്ന എല്ലാ സൗകര്യവും ഉണ്ട്. എവിടെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ സമയപരിമിതിയുണ്ട്. നമുക്ക് വളരെയധികം നന്ദി മുഹമ്മദ് ഹാജി. അഡ്വക്കേറ്റ് ഫരീദ് അൻസാരി താജാലുവ വിഷയത്തിൽ സംസാരിച്ചത്. ന്യൂസ് ലിസ്റ്റിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസികൾക്ക് നിക്ഷേപമിറക്കാൻ വിവിധ പദ്ധതികളുമായി പൊതുമേഖലാ സ്ഥാപനമായ ഇൻകലിന്റെ ഡയറക്ടർ ബോർഡ് യോഗം ഖത്തറിൽ നടന്നു. കുവൈത്തിൽ ഇഖാമ നിയമലംഘകർക്കായുള്ള പരിശോധന താൽക്കാലികമായി നിർത്തിവെക്കും. തീരുമാനം പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ. UAEയിൽ നിലവിലുള്ള പുകയില വിരുദ്ധ നിയമം കർശനമാക്കും. തീരുമാനം ആരോഗ്യ മന്ത്രാലയത്തിന്റേത്. അബുദാബിയിലെ ഭക്ഷ്യവിൽപ്പന വിതരണ കേന്ദ്രങ്ങളിൽ പുകവലിക്കുന്നതിന് വിലക്ക് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ. പ്രതിരോധ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് BJP സർക്കാർ നീക്കം. റെയിൽവേ, അടിസ്ഥാന സൗകര്യ വികസനം, നിർമ്മാണ മേഖലകളിലും സമ്പൂർണ്ണ വിദേശ നിക്ഷേപം പരിഗണനയിൽ. മോദി സർക്കാരിന്റെ സാമ്പത്തിക ഉദാരീകരണ പദ്ധതികൾക്ക് RSSന്റെ പിന്തുണ. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ വൻകിട പദ്ധതികൾക്കുള്ള പാരിസ്ഥിതിക അനുമതി. സംസ്ഥാനത്തെ 40% സ്കൂളുകളും ആദായകരമല്ലെന്നു കണക്കുകൾ. 2012-13 വർഷത്തിൽ ലാഭകരമല്ലാത്ത സ്കൂളുകളുടെ എണ്ണം 4614 നിന്ന് 5137 ഉയർന്നു. സ്കൂളുകളിലേറെയും പ്രൈമറി തലത്തിൽ. ഇതോടെ ഇന്നത്തെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.